ജനപ്രിയ പ്രഖ്യാപനങ്ങളും വൻ പദ്ധതികളുമില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ വർധനവില്ല. ഭൂനികുതി കുത്തനെ കൂട്ടി ബജറ്റ്. എല്ലാ സ്ലാബിലും 50% വർധനവ്. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു. കോടതി ഫീസിലും വർധന. ബജറ്റിൽ ജില്ലയ്ക്ക് കരുതലും തലോടലും. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 5 കോടി. കേരള കാർഷിക സർവകലാശാല ഗവേഷണ പദ്ധതികൾക്ക് 43 കോടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടിയും തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയ്ക്ക് 250 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പരാതിക്കാരുടെ എണ്ണം കൂടുന്നു. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച 6 പരാതികളിൽ 1 പരാതിയിൽ പോലീസ് കേസെടുത്തു. തൃശൂർ കുറുപ്പം റോഡ് കുറുക്കഞ്ചേരി റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. ഒരു തരത്തിലുള്ള പഠനവും ആസൂത്രണവും ഇല്ലാതെയാണ് റോഡ് കോൺക്രീറ്റിംഗ് നടത്തുന്നതെന്ന് ബിജെപി. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പിന് ദൂരപരിധി കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി. 1 മുതൽ 7 ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ഉത്സവങ്ങൾ 1 കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്യണമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ. വാർത്തകൾ വിശദമായി. ഇടത്തരം വരുമാനമുള്ളവർക്ക് സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റ്. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. സംസ്ഥാനം ഉറ്റുനോക്കിയിരുന്ന ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കാതെയായിരുന്നു ബജറ്റ്. അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം അനുവദിക്കണമെന്നും അവ PF-ൽ ലയിപ്പിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കി. നഗരങ്ങളിൽ 1 ലക്ഷം വീടുകൾ സജ്ജമാക്കും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ടൂറിസം മേഖലയ്ക്ക് 385.02 കോടി രൂപ അനുവദിച്ചു. വയനാട് പുനരധിവാസത്തിനായി 750 കോടി. ലൈഫ് പദ്ധതിക്കായി 1160 കോടി. KSRTCക്ക് ആധുനിക ബസ്സുകൾ വാങ്ങിക്കാൻ 178.96 കോടി. KCBക്ക് 1088.8 കോടി. സൗജന്യ യൂണിഫോം പദ്ധതിക്കായി 150.34 കോടി. നെൽകൃഷിക്ക് 150 കോടി എന്നിവയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതിക്ക് 700 കോടി. സഞ്ചാരികൾക്ക് കെ-ഹോം 5 കോടി. പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കും 3061 കോടി. AI സ്റ്റാർട്ട് മിഷന് 1 കോടി. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വികസനത്തിന് 212 കോടി. ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടി എന്നിവയും ബജറ്റിൽ വകയിരുത്തി. ഉന്നത വിദ്യാഭ്യാസത്തിന് മികവിന്റെ 7 കേന്ദ്രങ്ങൾ. മുതിർന്ന പൌരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ. സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ 100 കോടി. സൈബർ ഡിവിഷൻ ശക്തിപ്പെടുത്താൻ 2 കോടി. വന്യജീവി ആക്രമണം തടയാൻ 50 കോടിയുടെ പദ്ധതി. തീർത്ഥാടന ടൂറിസത്തിന് 20 കോടി. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് 20 കോടി. കാർഷിക സർവകലാശാലയ്ക്ക് 43 കോടി എന്നിവയും പ്രഖ്യാപിച്ചു. തെരുവ് നായ വന്ധീകരണത്തിന് 2 കോടി. മത്സ്യമേഖലയ്ക്ക് 295 കോടി. കുടുംബശ്രീക്ക് 270 കോടിയും ബജറ്റിൽ വകയിരുത്തി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ഭൂനികുതി കുത്തനെ കൂട്ടി. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ച ബജറ്റ്. എല്ലാ സ്ലാബിലും 50% വർധനയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. കുറഞ്ഞ സ്ലാബിൽ R1-ന് 5 രൂപയിൽ നിന്ന് 7.5 രൂപയായി വർദ്ധിച്ചു. ഉയർന്ന സ്ലാബിലെ 30 രൂപ 45 രൂപയായി മാറും. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തെ തുടർന്ന് ഭൂമിയുടെ മൂല്യവും വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചുവെന്നും അത് വെച്ചു നോക്കുമ്പോൾ നിലവിൽ ഈടാക്കുന്ന ഭൂനികുതി നാമമാത്രമെന്നാണ് ബജറ്റിലെ വിലയിരുത്തൽ. ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതോടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കോടതി ഫീസിലും വൻ വർധനയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ജാമ്യാപേക്ഷയ്ക്ക് 500 രൂപയാക്കി. കോർട്ട് ഫീസ് ആക്ട് പ്രകാരമുള്ള 15 ഫീസുകളും വർദ്ധിപ്പിച്ചു. ഹേബിയസ് കോർപ്പസ് പൊതു താൽപര്യ ഹർജികൾക്കും ഫീസില്ല. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള EV കാറുകൾക്ക് 8% നികുതിയും 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 10% നികുതിയും വർദ്ധിപ്പിച്ചു. ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാകുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതി ഈടാക്കും. 30 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ മാത്രം സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളുടെ നികുതി കുറച്ചു. ത്രൈമാസ നികുതിയിൽ 10% സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടി. TCV ന്യൂസ്, തൃശൂർ.
സംസ്ഥാന ബജറ്റിൽ ജില്ലയ്ക്ക് സർക്കാരിന്റെ കരുതൽ. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പദ്ധതികൾക്കായി 43 കോടി രൂപ, കേരള സാഹിത്യ അക്കാദമിക്ക് 3.45 കോടി രൂപ, കേരള സംഗീത നാടക അക്കാദമിക്ക് 9 കോടി രൂപ, ലളിതകലാ അക്കാദമിക്ക് 5.75 കോടി രൂപ എന്നിവയും ബജറ്റിൽ വകയിരുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ സ്ട്രോക്ക് യൂണിറ്റ് സ്ഥാപിക്കും. ഓങ്കോളജി ആൻഡ് ടെർഷ്യറി കെയർ സെന്ററിൽ ഉപകരണം വാങ്ങിക്കാനും തുക അനുവദിച്ചിട്ടുണ്ട്. വിയൂർ താണിക്കുടം മോഡൽ റോഡ് നിർമ്മാണം 2ാം ഘട്ടത്തിന് 2.5 കോടി. തൃശൂർ ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് 1.5 കോടി. തൃശൂർ കളക്ടറേറ്റ് മൾട്ടി ലെവൽ പാർക്കിംഗിന് 1 കോടി. പടിഞ്ഞാറേക്കോട്ട എലിവേറ്റഡ് റോഡിന് 60 കോടി. MG റോഡ് വികസനം 2ാം ഘട്ടത്തിന് 15 കോടി. പൂങ്കുന്നം പാട്ടുരാക്കൽ എലിവേറ്റഡ് ഹൈവേക്ക് 150 കോടി. തൃശൂർ മണ്ണുത്തി മോഡൽ റോഡ് 10 കോടി. KSRTC തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് 1 കോടി. പറവട്ടാനി സ്റ്റേഡിയം 2 കോടി. കുട്ടനെല്ലൂർ കോളേജ് ചുറ്റുമതിൽ നിർമ്മാണത്തിന് 8 കോടി. വടൂക്കര മേൽപ്പാല നിർമ്മാണത്തിന് 15 കോടി രൂപ. ഫയർഫോഴ്സ് അക്കാദമി 1.75 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മണലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ 327 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. തൃശൂർ വാടാനപ്പള്ളി സ്റ്റേറ്റ് ഹൈവേ 250 കോടി. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനോലി കനാലിന് കുറുകെ കോടമുക്ക് പാല നിർമ്മാണം 10 കോടി. കാഞ്ഞാണി വെങ്കിടങ്ങ് മുല്ലശ്ശേരി സെന്ററുകളുടെ നവീകരണം 10 കോടി. എളവള്ളി പഞ്ചായത്ത് ഗ്രൌണ്ടിൽ സ്റ്റേഡിയം നിർമ്മാണം 5 കോടി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 6 കോടി. മുല്ലശ്ശേരി കനാലിൽ പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ പാലം വരെ ഇക്കോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മാണം 6 കോടി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം 3 കോടി. വാടാനപ്പള്ളി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം 5 കോടി. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണം 3 കോടി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മങ്കുഴി പാലം 3 കോടി. പാവർട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ മൈനർ ഇറിഗേഷൻ കനാലുകളിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് സ്ലൂയിസ് നിർമ്മാണത്തിന് 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തി. ഗുരുവായൂർ മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 40 കോടി. ഗുരുവായൂർ മമ്മയൂർ ജംഗ്ഷനിലെ ഫ്ളൈ ഓവർ 40 കോടി. പൊന്നയൂർക്കുളം പഞ്ചായത്ത് അണ്ടത്തോട് പാലം നിർമ്മാണം 30 കോടി. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാത വീതി കൂട്ടൽ 25 കോടി. ചാവക്കാട് PWD റെസ്റ്റ് ഹൗസ് പുതിയ കെട്ടിട നിർമ്മാണം 20 കോടി. ചാവക്കാട് നഗരസഭയിൽ ഗവൺമെന്റ് ITI 15 കോടി. ചാവക്കാട് നഗരസഭ പരപ്പിൽ താഴത്ത് സ്റ്റേഡിയം നിർമ്മാണം 12 കോടി. KSRTC ഗുരുവായൂർ ഡിപ്പോ പുതിയ കെട്ടിടം 11 കോടി. ചാവക്കാട് താലൂക്ക് ആശുപത്രി വിപുലീകരണം 8 കോടി. ചക്കംകണ്ടം സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണം 3 കോടി. ബ്ലാങ്ങാട് ബീച്ച് ടൂറിസം 2ാം ഘട്ടം 2 കോടി. ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥലം ഉൾപ്പെടെയുള്ള വിപുലീകരണം 2 കോടി. ചാവക്കാട് സബ് ജയിലിന് പുതിയ കെട്ടിടം 2 കോടി. കടപ്പുറം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം 2 കോടി. കാവീട് മുതുവട്ടൂർ റോഡ് 1.5 കോടി. നായരങ്ങാടി ചക്കിത്തറ കൊച്ചന്നൂർ റോഡ് 15 കോടി. കുരഞ്ഞയൂർ GMLP സ്കൂളിന് പുതിയ കെട്ടിടം 1 കോടി. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന് പുതിയ കെട്ടിടം 1 കോടി. ചാവക്കാട് നഗരസഭ വെറ്ററിനറി ആശുപത്രിക്ക് പുതിയ കെട്ടിടം 1 കോടി 20 ലക്ഷം എന്നിങ്ങനെയുള്ള തുകകൾ ബജറ്റിൽ വകയിരുത്തി. TCV ന്യൂസ്, ചാവക്കാട്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് 240.30 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനും 15 കോടി രൂപ വകയിരുത്തി. പുത്തൻചിറ സർക്കാർ LP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 1.25 കോടി. അന്നമനട പഞ്ചായത്ത് സാംസ്കാരിക നിലയ നിർമ്മാണം 2 കോടി. കുഴൂർ സർക്കാർ ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണം 1 കോടി. മാളക്കടവ് സംരക്ഷണ പദ്ധതിക്കും അനുബന്ധ സൌകര്യങ്ങൾക്കും 2ാം ഘട്ടത്തിനായി 1.75 കോടി. പുത്തൻചിറ പഞ്ചായത്ത് ഹാൾ നിർമ്മാണത്തിന് 2.5 കോടി. അന്നമനട പാൽപ്പുഴ സ്ലൂയിസ് കൺ ബ്രിഡ്ജിന് 55 കോടി. പൊയ്യ മണലിക്കാട് റോഡിലെ എലിച്ചിറ പാലം നിർമ്മാണത്തിന് 3 കോടി. പൊയ്യ അടാക്ക് ഫിഷ് ഫാം ഇക്കോ ടൂറിസം പദ്ധതിക്ക് 15 കോടി രൂപയും വകയിരുത്തി. മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് സൌന്ദര്യവൽക്കരണത്തിന് 10 കോടി. വിവിധ റോഡുകളുടെ പുനർനിർമ്മാണം എന്നീ പദ്ധതികൾക്കാണ് ബജറ്റിൽ ഫണ്ട് നീക്കിവച്ചിട്ടുള്ളതെന്ന് VR സുനിൽകുമാർ MLA അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പുതുക്കാട് മണ്ഡലത്തിന് 10 കോടി രൂപ അനുവദിച്ചു.
മണ്ഡലത്തിലെ 8 വികസന പ്രവൃത്തികൾക്കാണ് 10 കോടിയുടെ അനുമതി ലഭിച്ചത്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 2 കോടി, ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി രണ്ടാം ഘട്ടത്തിന് 1 കോടി, പുതുക്കാട് GVHSS സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് 1 കോടി, തൃക്കൂർ മണലി റോഡ് നവീകരണത്തിന് 2.5 കോടി, വല്ലച്ചിറ പഞ്ചായത്ത് ഗ്രൌണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് 1 കോടി, തൃക്കൂർ ഗവൺമെന്റ് സർവോദയ സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് 1 കോടി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, മറ്റത്തൂർ കോടാലി IP ബ്ലോക്ക് നിർമ്മാണത്തിന് 1 കോടി, നെന്മണിക്കര പഞ്ചായത്ത് പാർപ്പിട സമുച്ചയം നിർമ്മാണ പ്രവൃത്തികൾക്ക് 50 ലക്ഷം എന്നീ പദ്ധതികൾക്കാണ് തുക അനുവദിച്ചതെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 95.84 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അറിയിച്ചു. മണ്ഡലത്തിലെ 77.5 കോടി രൂപയുടെ മറ്റു പദ്ധതികൾ കൂടി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കില മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ആരോഗ്യശാസ്ത്ര സർവകലാശാല എന്നിവയ്ക്കായി അനുവദിച്ച തുകയ്ക്ക് പുറമെയാണിത്. തോളൂർ CHC കെട്ടിടം 1ാം ഘട്ടം 1.5 കോടി, വരടിയം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിട നിർമ്മാണം 2ാം ഘട്ടം 1.5 കോടി, വടക്കാഞ്ചേരി ഗവൺമെന്റ് വെറ്റിനറി പോളി ക്ലിനിക് കെട്ടിടം 1ാം ഘട്ടം 1 കോടി രൂപ, വടക്കാഞ്ചേരി BRC കോമ്പൌണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം 1ാം ഘട്ടം 1 കോടി, കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ വാഴാനി റോഡ് ജംഗ്ഷൻ, കുന്നംകുളം റോഡ് ജംഗ്ഷനുകളുടെ വികസനം 2ാം ഘട്ടം 1 കോടി, തിരൂർ വില്ലേജ് കുളം പുനരുദ്ധാരണവും ഓപ്പൺ ജിം നിർമ്മാണവും 1 കോടി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മണലിത്തറ ഗ്രൌണ്ട് നവീകരണം 1 കോടി, പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് BMBC 1 കോടി, അടാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം 1.5 കോടി, മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടം 1.5 കോടി തുടങ്ങി 11 പദ്ധതികൾക്ക് ബജറ്റിൽ തുക അനുവദിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 4 പ്രവൃത്തികൾക്കായി 13 കോടി രൂപ അനുവദിച്ചു. തിരുവില്ലാമല, കൂത്താമ്പുള്ളി, പഴയന്നൂർ, ചേലക്കര, ചെറുതുരുത്തി ടൗൺ സൗന്ദര്യവൽക്കരണം 5 കോടി, ദേശമംഗലം വറവട്ടൂർ റോഡ് 3.5 കോടി, വരവൂർ തളി പിലക്കാട് റോഡ് 3.5 കോടി, ചെറുതുരുത്തി സ്കൂൾ ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മാണം 1 കോടി തുടങ്ങിയ പ്രവൃത്തികൾക്കാണ് തുക അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. ഇവ കൂടാതെ 16 പ്രവൃത്തികൾ കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തി. തിരുവില്ലാമല എഴുന്നള്ളത്ത് കടവിൽ പാലം നിർമ്മാണം 25 കോടി, പഴയന്നൂർ പഞ്ചായത്ത് വെള്ളാർക്കുളം നവീകരണം 1 കോടി, പാഞ്ഞാൾ പഞ്ചായത്ത് കുളിത്തോട് പന്നിക്കുഴി ചീർപ്പ് നിർമ്മാണത്തിന് 30 ലക്ഷം, പഴയന്നൂർ എളനാട് റോഡ് പുനരുദ്ധാരണം 6 കോടി, ദേശമംഗലം കൊണ്ടയൂർ റോഡ് ബാക്കി ഭാഗം പുനരുദ്ധാരണം 3 കോടി, വരവൂർ പഞ്ചായത്ത് മഞ്ഞകുളം നവീകരണം 2 കോടി, അസുരൻകുണ്ട് ഡാം ടൂറിസം പദ്ധതി 2 കോടി, ചെറുതുരുത്തി നിളാതീരത്ത് കിഡ്സ് പാർക്കും ഓപ്പൺ ജിംനേഷ്യവും നിർമ്മാണം 2 കോടി, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മാർക്കറ്റ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം 2 കോടി, പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണം 2 കോടി, കൊണ്ടാഴി പഞ്ചായത്ത് മായന്നൂർ പാലത്തിന് സമീപം ഓപ്പൺ ജിംനേഷ്യം നിർമ്മാണം 30 ലക്ഷം, മുള്ളൂർക്കര പഞ്ചായത്തിലെ മണലാടിക്കുളം പുനർനിർമ്മാണം 1.5 കോടി, തിരുവില്ലാമല പഞ്ചായത്തിലെ പാറക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ 50 HP മോട്ടോർ സ്ഥാപിക്കലും അനുബന്ധ പ്രവൃത്തികളും 35 ലക്ഷം എന്നിങ്ങനെ 63.1 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. TCV ന്യൂസ്, ചേലക്കര. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 127 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ബജറ്റിൽ അംഗീകാരം ലഭിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITIക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപയും, ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് 8.5 കോടി, താലൂക്ക് ആശുപത്രിയിൽ ട്രോമോ കെയർ യൂണിറ്റിന്റെ 1ാം ഘട്ട നിർമ്മാണ പൂർത്തീകരണത്തിന് 2 കോടി, അതിരപ്പിള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 10 കോടി, കലാഭവൻ മണി പാർക്ക് 2ാം ഘട്ട വികസനത്തിന് 10 കോടി, മേലൂർ പരിയാരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചാലക്കുടിപ്പുഴ കയ്യാണിക്കടവിൽ ചെക്ക് ഡാം നിർമ്മിക്കുന്നതിന് 28 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ സ്വപ്നങ്ങളിൽ മഹാഭൂരിപക്ഷവും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഒളകര ആദിവാസി ഉന്നതിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് 3 കോടി രൂപ, പുത്തൂർ കൈനൂർ മുണ്ടോളിക്കടവ് റോഡ് നിർമ്മാണത്തിന് 4 കോടി രൂപ, സുവോളജിക്കൽ പാർക്കിന്റെ മുന്നിലൂടെയുള്ള തോണിപ്പാറ കുരിശുമല റോഡിന് 8 കോടി രൂപയും, നടത്തറ വിബീൻ ഭഗവതി എരവിമംഗലം പുത്തൂർ കാലടി വഴിയുള്ള മൈനാർ റോഡിന് 3.25 കോടി രൂപ, സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി നിലവിൽ പ്രഖ്യാപിച്ച തുകയ്ക്ക് പുറമെ 6 കോടി രൂപയും, മാടക്കത്തറയിലെ കരപ്പൻചിറ നവീകരിക്കാൻ 2.50 കോടി രൂപ,
ടാണിക്കുടം പുഴയുടെ 2ാം ഘട്ട നവീകരണത്തിന് 10 കോടി രൂപ, വാണിയംപാറയിലെ കുളം നവീകരണത്തിന് 1 കോടി രൂപ, ഒല്ലൂർ പള്ളിക്ക് ചുറ്റുമുള്ള ഒല്ലൂർ ടൗൺ റോഡ് 2.75 കോടി രൂപ, പീച്ചി ഡാം വികസനത്തിന് 10 കോടി രൂപ, നിലവിലുള്ള പീച്ചി ഗസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കുന്നതിന് 10 കോടി രൂപയും അനുവദിച്ചു. പുത്തൂരിൽ പുതിയതായി ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നതിനും 10 കോടി രൂപ അനുവദിച്ചു. പീച്ചിയിൽ ആരംഭിച്ച ITIക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് 15 കോടി രൂപയും ഒല്ലൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 18 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തുടർ നടപടികൾക്ക് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാന്നാമംഗലത്ത് ആരംഭിക്കാൻ നിശ്ചയിച്ച തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 15 കോടി രൂപയും അനുവദിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ ശ്രീനാരായണപുരം മിനി സിവിൽ സ്റ്റേഷനും കയ്പമംഗലം 3 പിടികയിൽ മാർക്കറ്റ് കെട്ടിടത്തിനും ബജറ്റിൽ അനുമതി നൽകി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി 2 കോടി, എടത്തിരുത്തി ഉപ്പുതുരുത്തി പാലം നിർമ്മാണത്തിന് 10 കോടി, കയ്പമംഗലം പഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണം 1.5 കോടി, അഴീക്കോട് പടന്ന മുതൽ എടത്തിരുത്തി പാലപ്പെട്ടി വരെ ഉൾനാടൻ റോഡ് നവീകരണത്തിനായി 8 കോടി, പടിഞ്ഞാറെ വെമ്പല്ലൂർ കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിന് 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഇന്നസെന്റ് പി ജയചന്ദ്രൻ എന്നിവരുടെ സ്മാരകത്തിന് ഉൾപ്പെടെ 51.52 കോടി രൂപയുടെ പദ്ധതികളുമായി ഇരിങ്ങാലക്കുടയ്ക്ക് വൻ വികസന കുതിപ്പേകാൻ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ഇന്നസെന്റ് പി ജയചന്ദ്രൻ സ്മാരകത്തിന് 5 കോടി, ഇരിങ്ങാലക്കുട എഡ്യൂക്കേഷണൽ ഹബ്ബിന് 6 കോടി, ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ് നവീകരണത്തിന് 5 കോടി, മണ്ഡലത്തിലെ തനത് സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയ്ക്ക് 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കല്ലേറ്റുംകര നിപ്മറിന് 18 കോടി രൂപയും കേരള ഫീഡ്സിന് 16.02 കോടി രൂപയും ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. കേരളത്തിലെ പരിമിതമായ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സമഗ്രമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങളെയും തൊട്ടുകൊണ്ട് എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നാം ഇന്ന് കണ്ടത്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ 10-30 വർഷത്തോളം ഇനി ഉള്ള കാലഘട്ടത്തിലെ മുന്നിൽ നിന്ന് നോക്കിക്കൊണ്ട് ആ വരും കാലങ്ങളിലും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഉള്ള മിനിമം റിസോഴ്സസ് മാക്സിമം അടുത്തേക്ക് എത്തി പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തീർച്ചയായിട്ടും അത് വ്യാപാരികൾക്കും വ്യവസായികൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമുക്കറിയാം കേരളത്തിൽ അടിസ്ഥാന വികസന സൗകര്യത്തിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കണ്ടതാണ്. നാഷണൽ ഹൈവേയുടെ പുരോഗതി 10-40 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നാഷണൽ ഹൈവേ നമ്മുടെ പോലും വിദേശ രാജ്യങ്ങൾക്ക് പിടിക്കുന്ന തരത്തിലാണ് ആ ഹൈവേ വന്നിട്ടുള്ളത്. അപ്പോൾ 600 കിലോമീറ്ററോളം സ്ട്രെച്ചിൽ കേരളത്തിലെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഹൈവേ വന്നു. അതേപോലത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്രയും പൈസകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചെലവഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ലോക്കലുള്ള കടകൾക്കും ഈ കേരളത്തിലെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. സംസ്ഥാന ബഡ്ജറ്റിനെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി, യങ് എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സംരംഭങ്ങൾ, ഇതിനൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതായി കണ്ടു. അപ്പോൾ ഈ മേഖലയിലുള്ള വേഗത്തിലുള്ള മുന്നോട്ട് പോക്കിന് ബജറ്റിലെ ഈ നിർദ്ദേശങ്ങളും ബജറ്റിലെ പദ്ധതി വകയിരുത്തലും വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവായി പറയാനുള്ളത്. ഒപ്പത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം പല സ്കോളർഷിപ്പുകളും പ്രത്യേകിച്ച് പിന്നാക്കക്ഷേമ സ്കോളർഷിപ്പുകൾ നിർത്തലാക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്കോളർഷിപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. അത് യുവാക്കളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നവർക്കും വലിയ പിന്തുണയും വലിയ പ്രതീക്ഷയുമാണ് നൽകുന്നത്. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ CSR തട്ടിപ്പിൽ വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ചത് 6 പരാതികൾ. ഒരു പരാതിയിൽ പോലീസ് കേസെടുത്തു. കുമ്പളങ്ങാട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പരാതിയെക്കുറിച്ചോ പരാതിക്കാരുടെ പേര് വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. CSR ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് കൌൺസിലർമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി.
വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ AD അജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NN സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കുറുപ്പം റോഡ് കൂർക്കഞ്ചേരി റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. 2020 1,18,00,000 രൂപയ്ക്ക് BMBC ടെൻഡർ കഴിഞ്ഞ റോഡാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പണിയുന്നത്. ഒരു തരത്തിലുള്ള പഠനവും ആസൂത്രണവും ഇല്ലാതെയാണ് റോഡ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് എന്നും BJP ആരോപിച്ചു. BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ഐനിക്കുന്നത്ത്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, ഡിവിഷൻ കൌൺസിലർമാരായ വിനോദ് പൊള്ളഞ്ചേരി, N പ്രസാദ്, ഷാജൻ, ദേവസ്വം പറമ്പിൽ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പിന് ദൂരപരിധി കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി. മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം ആനകൾ തമ്മിൽ ചുരുങ്ങിയത് 1 മീറ്റർ അകലമുണ്ടായിരിക്കണം. 1 മുതൽ 7 വരെ ആനകളെ എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾ 1 കോടി രൂപയ്ക്കും, 8 മുതൽ 15 വരെ ആനകളെ എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾ 1,5 കോടി രൂപയ്ക്കും, 15-ന് മുകളിൽ 2 കോടി രൂപയ്ക്കും ഇൻഷുർ ചെയ്യണം. ആനകളുടെ 3 മീറ്റർ ചുറ്റളവിൽ പൊതുജനങ്ങൾ എത്താത്ത രീതിയിൽ വേണം ആന എഴുന്നള്ളിപ്പുകൾ നടത്തേണ്ടതെന്നും തീവെട്ടികൾ മുതലായവ 3 മീറ്റർ അകലത്തിൽ വേണം ക്രമീകരിക്കേണ്ടതെന്നും അസിസ്റ്റന്റ് കൺസർവേറ്റർ അറിയിച്ചു. വെറ്റിലപ്പാറ പാലത്തിനടുത്ത് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വഴി തടഞ്ഞു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടിലായിരുന്ന ആനയാണ് വെള്ളിയാഴ്ച വൈകിട്ട് റോഡിലൂടെ പുഴമ്പാലത്തിനടുത്തെത്തിയത്. പാലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾക്കിടയിലൂടെയാണ് കൊമ്പൻ കടന്നത്. കൊമ്പനെ കണ്ടതോടെ വിനോദസഞ്ചാരികൾ ഓടിമാറി. ഏഴാറ്റുമുഖം റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടാക്കി നിന്ന കൊമ്പനെ നാട്ടുകാർ ബഹളം വെച്ച് മറുകരയിലേക്ക് കടത്തിവിട്ടു. കോടന്നൂരിൽ പൂരം ബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് വെച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ സ്വദേശി വടക്കുംപറമ്പിൽ നിർമ്മൽ, അമ്മാടം സ്വദേശി കണ്ടംകേരിൽ വീട്ടിൽ അക്ഷയ്, കണിമംഗലം സ്വദേശി വെള്ളിത്തോടത്ത് വീട്ടിൽ അഖിലേഷ് എന്നിവരെയാണ് തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 2-നാണ് ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയതിലുള്ള വിരോധത്തിൽ ചേർപ്പ് സ്വദേശി അഖിൽ കൃഷ്ണനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇൻസ്പെക്ടർമാരായ അഫ്സൽ, TN പ്രദീപൻ, സജീബാൽ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽദാസ്, അജിത് കുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ DBCLCയിൽ തുടക്കമായി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന്റെയും വിദ്യാഭ്യാസ സെമിനാറിന്റെയും ഉദ്ഘാടനം KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജോഷമാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA, കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സെക്രട്ടറി ഷൈനി കുര്യാക്കോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PJ ആന്റണി, ബിജു P ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബൈക്കിടിച്ച് ആക്രിക്കച്ചവടക്കാരന്റെ കാൽപ്പത്തിയറ്റു. കർണാടക സ്വദേശി നാഗഷെട്ടിയുടെ കാൽപ്പത്തിയാണ് അറ്റത്. ബൈക്ക് യാത്രക്കാരനും അപകടത്തിൽ പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ കൂനമുച്ചി സ്വദേശി രാജനാണ് പരിക്കേറ്റത്. ഉന്തുവണ്ടിയിൽ ആക്രി വസ്തുക്കൾ ശേഖരിച്ച് മടങ്ങുന്നതിനിടയിൽ നാഗഷെട്ടിയെ കുന്നംകുളം ഭാഗത്തുനിന്ന് എത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ രാജനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും നാഗഷെട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം എടവട്ടം സ്വദേശി മഞ്ചേരി പുത്തൻ വീട്ടിൽ 49 വയസ്സുള്ള മഹീഷ് രാജാണ് മരിച്ചത്. തിരുവനന്തപുരം സിറ്റിയിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. ഈ മാസം 3-ാം തീയതി മുതൽ മഹീഷ് രാജിനെ കാണാതായിരുന്നു. ഈ മാസം 4-നാണ് തൃശൂർ ചെട്ടിയങ്ങാടിയിലെ ലോഡ്ജിൽ മുറിയെടുത്തത്. വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ശാസ്ത്രത്തെ നന്നായി അറിയുന്നവർ പോലും ശാസ്ത്രബോധമില്ലാത്തവരായി മറ്റു പലതിന്റെയും പിറകെ പോകുന്നവരായി മാറിയ വർത്തമാനകാലത്ത് കുറച്ചുകൂടി ആധികാരികമായി ശാസ്ത്രമേഖലയിലെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു.
കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ, KFRI, കേരള കാർഷിക സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ആരംഭിച്ച 30ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ ശാസ്ത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ A സാബു, KFRI ശാസ്ത്രജ്ഞൻ ഡോക്ടർ P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് തിങ്കളാഴ്ച സമാപിക്കും. മുപ്പത്തിയേഴാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച ദേശീയ ശാസ്ത്ര പ്രദർശനം രാജ്യത്തിന്റെ സാങ്കേതിക മികവിന്റെ വേറിട്ട കാഴ്ചയായി മാറുന്നു. വിവിധ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രദർശനം കാണാനെത്തുന്നത്. 1.5 പതിറ്റാണ്ടിന് ശേഷം തൃശൂർ ആതിഥേയത്വം വഹിക്കുന്ന ദേശീയ ശാസ്ത്ര പ്രദർശനം സംഘാടക മികവുകൊണ്ടും ശാസ്ത്രമേഖലയിലെ വളർച്ചയുടെ വിവിധ മേഖലകളെ അടുത്ത് പരിചയപ്പെടാനും ശാസ്ത്രജ്ഞരെ അടുത്തറിയാനും സഹായകരമാകുന്ന ഒന്നാണ്. 120 സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകളാണ് ഉള്ളത്. ദേശീയ, അന്തർദേശീയ, സംസ്ഥാന, സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള പ്രാതിനിധ്യവും പ്രദർശനത്തിലുണ്ട്. രാജ്യത്തെ പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങളായ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന ജലവിഭവ വികസന ഗവേഷണ കേന്ദ്രം, വനം വന്യജീവി വകുപ്പ്, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നിരവധി സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ട്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അപൂർവമായ ശാസ്ത്ര പ്രദർശനം കാണാനെത്തുന്നത്. ശാസ്ത്ര കോൺഗ്രസിൽ 13 വ്യത്യസ്ത വിഷയമേഖലകളിൽ നിന്ന് 800ഓളം ഗവേഷണ പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കൂടാതെ ജില്ല നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉൾപ്പെടുന്ന 6 പ്രബന്ധങ്ങളും അവതരിപ്പിക്കും. 1500-ൽ പരം ഗവേഷകരാണ് ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. ശാസ്ത്ര പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. കലോത്സവങ്ങളെ കലാപഭൂമിയാക്കാനുള്ള KSU-MSF ഭീകരതയ്ക്കെതിരെ SFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ കേരളവർമ്മ കോളേജിലേക്ക് മാർച്ചും കലാപ്രതിരോധവും സംഘടിപ്പിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് കോളേജിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന കലാപ്രതിരോധ സംഗമം SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. ആക്രമണം കൊണ്ടും കടന്നാക്രമണങ്ങൾ കൊണ്ടും തൃശൂർ ജില്ലയിലെ ക്യാമ്പസുകളുടെ സർഗശേഷി തകർക്കാമെന്ന് KSU വിചാരിച്ചാൽ അത് നടക്കില്ലെന്ന് ഹസൻ മുബാറക് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു അധ്യക്ഷത വഹിച്ചു. MM മേഘ്ന, അഭിജിത്ത്, സെക്രട്ടറി ജിഷ്ണു സത്യൻ, സായുജ് തുടങ്ങിയവർ സംസാരിച്ചു. ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. JMA സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്രൻ ചെറുശ്ശേരി അധ്യക്ഷത വഹിച്ചു. JMA രക്ഷാധികാരി PV ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. JMA രക്ഷാധികാരി CS അജയകുമാർ, സ്ഥാപക പ്രസിഡന്റ് റാഫി ആന്റണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയ്സൺ മാണി, ജനറൽ സെക്രട്ടറി AK സാബു, തോമസ് കോനിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വീട്ടുതൊടിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഉഴുന്ന് കൃഷി 100 മേനി വിജയിച്ച സന്തോഷത്തിലാണ് അന്തിക്കാട് സ്വദേശിനിയായ വീട്ടമ്മ. വീടിനോട് ചേർന്ന 8 സെന്റ് സ്ഥലത്താണ് ഈ വീട്ടമ്മ ഉഴുന്ന് കൃഷിയിൽ വിജയം കൊയ്തത്. അന്തിക്കാട് കരുമത്തിൽ വീട്ടിൽ ശാലിനി വിജയനാണ് വീട്ടുജോലിക്കാരനായ തമിഴ്നാട് കുംഭകോണം സ്വദേശി ദേവനേശൻ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉഴുന്നുവിത്ത് വീട്ടുപറമ്പിൽ വിതച്ച് പരിപാലിച്ച് വിളവെടുത്തത്. ചാണകത്തിന്റെയും ആട്ടിൻകാട്ടത്തിന്റെയും പൊടി, കമ്പോസ്റ്റ് തുടങ്ങിയവ വളമായി നൽകിയാണ് പരീക്ഷണ കൃഷി വിജയിപ്പിച്ചത്. ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായിരുന്നു ഇവർ. തീരാ നോവിൽ നിന്നും പൊരുതി ജീവിതം തിരികെ പിടിച്ച ശാലിനിക്കിത് 2ാം ജന്മം കൂടിയാണ്. കൃഷിയോട് ഒടുങ്ങാത്ത അഭിനിവേശം പുലർത്തിയിരുന്ന വീട്ടുകാരിയെ ചികിത്സയോടൊപ്പം പുതുജീവിതത്തിലേക്ക് വഴി നടത്തിയത് കൃഷിയിടത്തിലേക്ക് വീണ്ടും ക്ഷണിച്ചുകൊണ്ടുള്ള ഭർത്താവിൻ്റെയും മകൾ അവന്തികയുടെയും പ്രോത്സാഹനവും സഹായവുമാണ്. ക്യാൻസറിനൊന്നും തൻ്റെ ഇച്ഛാശക്തിയെ തകർക്കാനാകില്ലെന്ന് പ്രവൃത്തിയിലൂടെ ശാലിനി തെളിയിക്കുകയായിരുന്നു. പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ഉഴുന്ന് ചേട്ടൻ കൊണ്ടുവന്ന് നട്ടു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നന്നായി വരുന്നൊക്കെ. പക്ഷെ 2 മാസം കൊണ്ട് നല്ല വിളവെടുപ്പ് നടത്തി. നമ്മളുടെ മണ്ണിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. കാരണം ഇത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ച ഒന്നുമില്ല. കുറച്ച് ചാണകപ്പൊടി, കുറച്ച് സൂപ്പർ മീൽസ്, പിന്നെ ഫിഷ് അമിനോ ആസിഡൊക്കെ
കീടാക്രമണത്തിനൊക്കെ ചെയ്തു. പക്ഷെ നല്ല വിളവ് കിട്ടി. നമ്മളുടെ എല്ലാ വീട്ടിലും നമുക്ക് കുറച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിനുള്ള ഉഴുന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 2023 ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിലായെങ്കിലും കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഭാര്യയെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തയാക്കാൻ ബിസിനസ്സുകാരനും ഗവൺമെൻറ് കരാറുകാരനുമായ വിജയൻ ഉറച്ചതോടെ കാര്യങ്ങൾ വഴിമാറുകയായിരുന്നു. രോഗാവസ്ഥയ്ക്കും അതിജീവനത്തിനുമിടയ്ക്കുള്ള കാലം മറികടക്കാൻ ഉഴുന്നുകൃഷി കൊണ്ടായി എന്ന ആശ്വാസത്തിലാണ് ഈ കുടുംബം. ഉഴുന്നുകൃഷി വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കാൻ ഒരുങ്ങുകയാണ് 51-കാരിയായ ഈ വീട്ടമ്മ. TCV ന്യൂസ്, തൃശൂർ. ചായിപ്പൻ കുഴിക്കടുത്ത് രണ്ടുകൈ തേനട്ടാംപാറ വനത്തിൽ നടന്നുവന്ന വാറ്റുകേന്ദ്രം ചാലക്കുടി എക്സൈസും ചായിപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ചേർന്ന് നശിപ്പിച്ചു. 600 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളുമാണ് പിടികൂടി നശിപ്പിച്ചത്. അടുത്ത ദിവസങ്ങളിൽ ചാരായം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം. വിവിധ ആഘോഷങ്ങൾക്ക് ലിറ്റർ ഒന്നിന് 1500 രൂപ നിരക്കിൽ ഇവിടെ നിന്നും ചാരായം വിൽപ്പന നടത്തിയിരുന്നു. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് വാറ്റ് സംഘം ഓടി രക്ഷപ്പെട്ടു. ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ്, ചായിപ്പൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോവുകയായിരുന്ന സ്വകാര്യ ബസ് ബ്രേക്ക് ചവിട്ടിയതോടെ പുറകിൽ വന്നിരുന്ന കാറും ലോറികളും കൂട്ടിയിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസിന്റെ പുറകുവശവും കാറിന്റെയും ലോറികളുടെയും മുൻവശവും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ദുബായിലുണ്ടായ വാഹനാപകടത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശിനിയായ വീട്ടമ്മ മരിച്ചു. മോനൊടി പുല്ലൻ വീട്ടിൽ പരേതനായ ജോൺസന്റെ ഭാര്യ 59 വയസ്സുള്ള മേഴ്സിയാണ് മരിച്ചത്. മകനോടൊപ്പം അൽ ഐനിൽ താമസിച്ചിരുന്ന മേഴ്സി നാട്ടിലേക്ക് വരാനായി മകനോടൊപ്പം ദുബായ് വിമാനത്താവളത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മൃതദേഹം ശനിയാഴ്ച പുലർച്ചെ നാട്ടിലെത്തിക്കും. ഇനി വാണിജ്യം. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ ഓഫറുകളുടെ പൊടിപൂരവുമായി ഷോപ്പിംഗ് സുനാമി. 34 മണിക്കൂർ ദൈർഘ്യമുള്ള ഷോപ്പിംഗ് സുനാമിക്ക് ശനിയാഴ്ച രാവിലെ തുടക്കമാകും. വിലക്കയറ്റത്തിനിടയിലും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളിൽ ഉപഭോക്താക്കൾക്ക് നൽകി ഷോപ്പിംഗിൽ വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് പുഴയ്ക്കലിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഫെബ്രുവരി 7-8 തീയതികളിലാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഷോപ്പിംഗ് സുനാമി ഒരുക്കുന്നത്. 299 രൂപയ്ക്ക് 5 കിലോഗ്രാം ഉജാല ഡിറ്റർജന്റ് പൗഡർ, 289 രൂപയ്ക്ക് 1 കിലോ ബോൺലെസ് ബീഫ്, 239 രൂപയ്ക്ക് 5 കിലോയുടെ ഡബിൾ ഹോഴ്സ് പുട്ടുപൊടി, 249 രൂപയ്ക്ക് 5 കിലോയുടെ സ്ക്വാഡ് ലിക്വിഡ് ഡിറ്റർജന്റ്, 999 രൂപയ്ക്ക് 26 കിലോ ജയ റൈസ്, 299 രൂപയ്ക്ക് 500 ml നമ്പീഷൻസ് നെയ്, 309 രൂപയ്ക്ക് 650 ml ദീദി ഷാംപൂ, 19,999 രൂപയ്ക്ക് ഡബിൾ ഡോർ 238 ലിറ്റർ ഫ്രിഡ്ജ്, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വൻ വിലക്കുറവിൽ നെസ്റ്റോ ഷോപ്പിംഗ് സുനാമിയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ട ഉൽപ്പന്നങ്ങൾ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ നെസ്റ്റോ ഷോപ്പിംഗ് സുനാമിയിൽ സ്വന്തമാക്കാനായി ശനിയും ഞായറും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് രാവിലെ 8 മുതൽ രാത്രി 1 മണിവരെ തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കൾക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9746986221. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,890 രൂപ, പവന് 63,120 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,407 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ജനപ്രിയ പ്രഖ്യാപനങ്ങളും വൻ പദ്ധതികളുമില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ വർധനവില്ല. ഭൂനികുതി കുത്തനെ കൂട്ടി ബജറ്റ്. എല്ലാ സ്ലാബിലും 50% വർധനവ്. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു. കോടതി ഫീസിലും വർധന. ബജറ്റിൽ ജില്ലയ്ക്ക് കരുതലും തലോടലും. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 5 കോടി. കേരള കാർഷിക സർവകലാശാല ഗവേഷണ പദ്ധതികൾക്ക് 43 കോടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടിയും തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയ്ക്ക് 250 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പരാതിക്കാരുടെ എണ്ണം കൂടുന്നു. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച 6 പരാതികളിൽ 1 പരാതിയിൽ പോലീസ് കേസെടുത്തു. തൃശൂർ കുറുപ്പം റോഡ് കുറുക്കഞ്ചേരി റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. ഒരു തരത്തിലുള്ള പഠനവും ആസൂത്രണവും ഇല്ലാതെയാണ് റോഡ് കോൺക്രീറ്റിംഗ് നടത്തുന്നതെന്ന് ബിജെപി. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പിന് ദൂരപരിധി കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി. 1 മുതൽ 7 ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ഉത്സവങ്ങൾ 1 കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്യണമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.